അസദുദ്ദീൻ ഒവൈസിക്ക് 15,000 കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്നാണ് ഉറുദു കവിയായിട്ടുള്ള മുനവർ റാണ പറയുന്നത്. ആ 15,000 കോടി രൂപയുടെ ആസ്തി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ന് മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നത് എന്നാണ് മുനവർ റാണ എന്ന ഉറുദു കവി വലിയ രീതിയിൽ ആരോപിക്കുന്നുള്ളത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് അസദുദ്ദീൻ ഒവൈസി കൃത്യമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ബീഹാറിൽ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ഒവൈസി തുനിഞ്ഞില്ല എന്ന് മാത്രമല്ല, കൃത്യമായ വഴിയിലൂടെ ഒവൈസി സഞ്ചരിച്ചു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഫലത്തിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ച തിരിച്ചടിക്ക് കൃത്യമായ മറുപടി കൃത്യമായ രീതിയിൽ ഒവൈസി നൽകി എന്നുള്ളതാണ്. അതായത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ഒവൈസി കാരണമായി എന്നുള്ളത് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുമ്പോൾ ബീഹാറിൽ അത് സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ളത് ഒവൈസി കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി ഒവൈസി നിന്നു കഴിഞ്ഞാൽ അത് വലിയ 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 നേട്ടത്തിന് മഹാസഖ്യത്തെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഒവൈസി ബംഗാളിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നു, അതുപോലെ തന്നെ UP-യിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഉത്തരേന്ത്യയിലെ പല മേഖലകളിലും ഒവൈസി മത്സരിക്കുമ്പോൾ ഒവൈസിയിലൂടെ മുസ്ലിം ദളിത് വോട്ടുകൾ സംരക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. കോൺഗ്രസിനോടുള്ള വിശ്വാസം ഒരു പരിധിവരെ വോട്ടർമാർക്കിടയിൽ കുറഞ്ഞു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് വോട്ട് ചെയ്യുന്ന ഓരോ വോട്ടർമാരും ലക്ഷ്യം വെക്കുന്നത് തങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള ആൾ തങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതായത് മതേതരത്വ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് മതേതരത്വ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഓരോ ആളുകളും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ വോട്ട് വാങ്ങിയ ആളുകൾ പിന്നീട് BJP ചേരിയിലെത്തുന്നത് വലിയ ഭീഷണിക്ക് കാരണമായി മാറുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഉവൈസിയെ പോലെയുള്ള ഒരാൾ തീർച്ചയായും അത്തരക്കാർക്ക് പ്രതീക്ഷ തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒപ്പം ഉവൈസിക്ക് എല്ലാ തരത്തിലും കൃത്യമായ സാമ്പത്തിക സ്രോതസ്സുകളുണ്ട്, കൃത്യമായ അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. രാജകുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ വരുന്ന ഉവൈസിക്ക് 15,000 കോടിയോളം വരുന്ന സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് എങ്കിൽ, അതിൻ്റെ അടിസ്ഥാനപരമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല എങ്കിൽ പോലും അതുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഭദ്രത തന്നെയാണ് വെളിപ്പെടുത്തുന്നുള്ളത്. അതായത് അദ്ദേഹം സാമ്പത്തികമായിട്ട് കെട്ടുറപ്പുള്ള ഒരാളാണ് എന്നും തൻ്റെ പ്രജകൾക്ക് അല്ലെങ്കിൽ തൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ പറ്റുന്ന ഫലം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതും കൂടിയാണ് ആ സമ്പത്ത് ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. ഒപ്പം ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള മുസ്ലിം നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ് അസദുദ്ദീൻ ഒവൈസി. ഇന്ത്യയിലെ പല പാർട്ടി നേതാക്കന്മാരും ഇപ്പോൾ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് അഥവാ ദളിത് മുസ്ലിം വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന നേതാക്കന്മാരിൽ ഇത്തരത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന നേതാക്കന്മാർ ചുരുക്കം തന്നെയാണ്. എന്തായാലും ഉവൈസി ബംഗാളിലേക്ക് കടന്നു പോകുമ്പോൾ ബംഗാളിൽ മമതയുടെ കൂടെ നിൽക്കാൻ ഉവൈസി തയ്യാറായി കഴിഞ്ഞാൽ അത് മമതക്കും ഉവൈസിക്കും ദളിത് മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങൾക്കും വലിയ നേട്ടമായി തന്നെ നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.